ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു ഭട്ടൂരയല്ല കേട്ടോ, ചോല കറിയാണ്. ഭട്ടൂര റെസിപ്പി ഞാൻ വേറെ ദിവസം ഇടാം കേട്ടോ. ഇതിപ്പം ചോലയുടെയാണ് ഞാൻ റെസിപ്പി ഇടുന്നത്. പഞ്ചാബി ചോല നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, പഞ്ചാബി ഡിഷാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ എടുക്കുന്ന വെളുത്ത കടലയാണ് കേട്ടോ. വെളുത്ത കടല ഒരു 1.5 കപ്പ് ഞാൻ തലേ ദിവസമേ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് ഞാൻ വെള്ളം കഴുകി ഊറ്റി കുക്കറിനകത്തെല്ലാം റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു തുണി കിഴി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് തേയില ഇട്ടിട്ട് ഒരു ടേബിൾ സ്പൂണോളം 1.5 ടേബിൾ സ്പൂണോളം തേയില ഇട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് പോവാണ്. ഒരു വിസിൽ വെക്കണം, നല്ല ഹൈ ഫ്ലെയിമിൽ. അത് കഴിഞ്ഞൊരു 4 വിസിൽ കഴിഞ്ഞ് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, തക്കാളി, ഇതെല്ലാം പേസ്റ്റ് വേണം. അതെ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഇത് ഉള്ളിയുടെ പേസ്റ്റ്, സവോളയുടെ 2 തക്കാളി എടുത്തതിൻ്റെ പേസ്റ്റ് എല്ലാം മിക്സിക്കകത്ത് അരച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വേണം. അത് ലാസ്റ്റ് ഇട്ടാൽ മതി, നീളത്തിൽ കയറിയിട്ട്. അപ്പോൾ എൻ്റെ ചോല നല്ല വെന്ത് നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം എടുത്തിട്ട് കണ്ടോ, ഭയങ്കര സോഫ്റ്റാണ്, ബട്ടർ പോലെ, അലിഞ്ഞു പോവും, അതേപോലെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ സോഡാപ്പൊടി ഇടുന്നതിൻ്റെ ഒരു ഗുണമാണ് അത്. അപ്പം ഇത് പല രീതിയിലുണ്ടാക്കാം. നമുക്ക് എണ്ണയും നെയ്യും ഒക്കെ വെച്ചിട്ടുണ്ടാക്കാം. ഡാൽഡയിൽ ഉണ്ടാക്കുന്ന എനിക്കിഷ്ടം. അപ്പോൾ അത്ര ഹെൽത്തി ഒന്നും അല്ല ഡാൽഡയിൽ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് എന്നും ഉണ്ടാക്കുന്ന ഒരു ഡിഷല്ലല്ലോ. ഇത് വല്ലപ്പോഴും അല്ലേ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ഡാൽഡ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ, വലിയ ടേബിൾ സ്പൂൺ ഡാൽഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് എന്തോ ഇടുന്നതെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നതെന്ന് തന്നെ വലിയ ഏലക്ക, കറുത്ത ഏലക്ക കിട്ടും, ഈ നോർത്ത് ഇന്ത്യൻ ഏലക്ക. ആ ഏലക്ക ഒരു 5-6 ഇട്ടിട്ടുണ്ട്. ചെറിയ 2 ഏലക്ക ഇട്ടിട്ടുണ്ട്, നമ്മുടെ സാധാ ഏലക്ക. 2-3 ഗ്രാമ്പും ഒരു പീസ് പട്ടയും കൂടി ഞാൻ എണ്ണയ്ക്കകത്തോട്ട് ഇട്ടു. അപ്പോൾ അതെല്ലാം കൂടി പടപടപടോന്ന് പൊട്ടും. അതന്നെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉള്ളി, അടിച്ചു വെച്ചിരിക്കുന്ന ഉള്ളി പേസ്റ്റ് അങ്ങിട്ട് കൊടുക്കുക. അതിടുമ്പോഴും സൂക്ഷിക്കണം, ഇതേപോലെ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് കിടന്നൊന്ന് ചെറുതായിട്ട് ബ്രൗൺ ആവുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇപ്പം ഒരുപാടങ്ങ് ബ്രൗൺ ആവരുത്, ചെറിയ ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്കും നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടല്ലോ, അരച്ചു വെച്ചിരിക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെ, ആ വലിയ ടേബിൾ സ്പൂൺ തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് ബ്രൗൺ ആവണം. അതവിടെ കിടന്നൊന്ന് ബ്രൗൺ ആവട്ടെ. ആ ബ്രൗൺ ആവാൻ സഹായിക്കാൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുകയാണേ. അപ്പം അവൻ വേഗം അവിടെ കിടന്ന് മൂത്തോളും. ഇതേ ബ്രൗൺ ആയി കഴിഞ്ഞു. ബ്രൗൺ ആയ കാരണം ഞാനങ്ങ് തീ ഓഫ് ചെയ്തു കേട്ടോ. എന്നുവെച്ചാൽ ഇനി പൊടികളാണ്. ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുമിച്ച് മല്ലിപ്പൊടി, എണ്ണ ചൂടായ കാരണം അത് കരിയാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. ഓഫാണ് തീ, എന്നാലും എണ്ണ ഭയങ്കര ചൂടായിപ്പോയി, അത് കാരണം കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് ജീരപ്പൊടിയാണ് ഇടുന്നത്. അതും ഒരു 2 ടേബിൾ സ്പൂൺ. എൻ്റെ ജീരപ്പൊടി തീർന്നു, അത് കാരണം അത് കൊട്ടിയെടുക്കുകയാണ്. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ, എല്ലാം ടീസ്പൂൺ കണക്കാണേ.
പിന്നെ ദേ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഒരു 1.25 ടീസ്പൂൺ. ഒന്ന് ഇളക്കിയിട്ട് ഇനി നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സാധനം ഇട്ട് കൊടുക്കാം. തക്കാളി അടിച്ചു വച്ചിരിക്കുന്ന തക്കാളിയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ, ഇത് ഇപ്പോൾ ഇരിക്കുന്ന പോലത്തെ പരുവത്തിലിരിക്കാൻ പാടില്ല. എണ്ണ നല്ല തെളിഞ്ഞ് വരും. ഇത് മൊരിഞ്ഞ് ഇങ്ങനെ തക്കാളിയും ഉള്ളി എല്ലാം കൂടി എണ്ണ തെളിഞ്ഞ് മുകളിലോട്ട് വരും. ഞാൻ കാണിച്ചു തരാം. കുറച്ച് സമയം എടുക്കും, ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ എടുക്കും. നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ വേഗമാവും. കണ്ടോ, തെളിഞ്ഞ് എണ്ണ വിട്ട് വരുന്നത് കണ്ടോ, നല്ല മൊരിഞ്ഞിട്ടുണ്ട്. എന്നാൽ കരിയാനും പാടില്ല കേട്ടോ. ഈ പരുവത്തിൽ നമ്മൾ നമ്മുടെ ചോല ഇട്ട് കൊടുക്കുന്നു. ക്യാമറ അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പം അതിന് മുമ്പ് നമ്മുടെ തേയില ഇട്ടിരുന്ന ആ ബാഗ് എടുത്ത് അങ്ങ് മാറ്റിയേക്കണേ, കിഴി. അപ്പം നമ്മുടെ വെളുത്ത കടലയെല്ലാം കറുത്തിരിക്കുന്നത് കണ്ടോ. ഇത് ഓൾമോസ്റ്റ് റെഡി ആയി. ഇനി കുറച്ച് ചെറിയ കാര്യങ്ങളും കൂടിയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിന് സാധാരണ ചോല മസാല എന്ന് പറഞ്ഞ സാധനം വാങ്ങിക്കാൻ കിട്ടും. അതിട്ടിട്ട് ഉണ്ടാക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ചോല മസാല ഇല്ലായിരുന്നു. അപ്പോൾ ചോല മസാല ഇല്ലാത്ത കാരണം ആ ചോല മസാല വരേണ്ട ആ ഫ്ലേവർ എല്ലാം നമ്മൾ കൊണ്ടുവരണമല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് എന്താ പറയുന്നത്, ചാട്ട് മസാല എന്ന് പറഞ്ഞ സാധനമുണ്ട്. ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. ആ ചാട്ട് മസാലയ്ക്ക് അതിന് ബ്ലാക്ക് സോൾട്ട് ഉണ്ട്. അപ്പോൾ ആംചൂർ പൗഡർ എന്ന് പറഞ്ഞിട്ട് മാങ്ങയുടെ ഉണക്ക മാങ്ങ പൊടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം പുളി തരുന്ന സാധനങ്ങളാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ചോല മസാല ഇല്ലാത്ത കാരണം ഞാൻ പുളി ശകലം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചിരിക്കുക. അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ ചോല മസാല ഇല്ലാത്ത കാരണം ചാട്ട് മസാല ഇടുന്നുണ്ട് ഇത് കൂടാണ്ട്. അപ്പം ചാട്ട് മസാല ഒരു വലിയ ടേബിൾ സ്പൂണോളം ചാട്ട് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ആവശ്യത്തിന് ഞാൻ കുറച്ചുകൂടി വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളിയും ശകലം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ രുചിച്ച് നോക്കണം. അപ്പോൾ ചെറിയ പുളി വേണം, ഓവർ പുളി ആവാനും പാടില്ല. എന്നാൽ എന്താ പറയുന്നത്, പുളി ഇല്ലാതിരിക്കാനും പാടില്ല. തക്കാളിയുടെ പുളി ഉണ്ട്. അപ്പോൾ അതേ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയുടെ പുളി കൂടാണ്ടാണ് കേട്ടോ നമ്മുടെ ഈ ഇതൊക്കെ നമ്മൾ ഇടുന്നത്. ഇപ്പം ഞാൻ പറയുന്ന അളവിൽ നിങ്ങളെല്ലാം ഇടുവാണെങ്കിൽ കറക്റ്റ് ഫ്ലേവർ കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചോല ഭട്ടൂര വാങ്ങിച്ച് വെളിയിൽ നിന്ന് കഴിക്കുന്ന അതേ ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഒറിജിനൽ ഡൽഹി റെസിപ്പിയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് കിട്ടുന്നുണ്ട്. ഞാൻ ആ പുളി ചെറിയ പീസ് പുളിയായിരുന്നേ, അത് ബാക്കിയും കൂടി അങ്ങ് പിഴിഞ്ഞൊഴിക്കുക, ആ പുളി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, 2 കാര്യങ്ങളുണ്ട്. ഒരെണ്ണം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ അതുകൂടാണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ മാറ്റിക്കൊള്ളണം. ഇപ്പോൾ പുളിയൊക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് പിന്നെ ഉപ്പ് ടേസ്റ്റ് ചെയ്തോളണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി വരുമ്പോൾ ഉപ്പ് കുറച്ചുകൂടി വേണ്ടി വരും മിക്കവാറും. അപ്പോൾ എപ്പോഴും ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അതെ ഉപ്പ് വേണം, ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാധനം ഓൾമോസ്റ്റ് റെഡിയാണ്. ഇതിന് നമ്മൾക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഇഞ്ചി
പച്ചമുളകും നമ്മൾ എടുത്തു വെച്ചിരുന്നില്ലേ നേരത്തെ, അത് നല്ല ചെറിയ ചെറിയ പീസായിട്ട് തിൻ പീസസായിട്ടാണ് നീളത്തിൽ മുറിച്ചിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കണം. ഇതൊരു 5 മിനിറ്റ് അതെല്ലാം കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ചോല കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഭട്ടൂരയുടെ കൂടെയോ പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോർത്ത് ഇന്ത്യൻ കറികൾ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വെള്ളത്തിൻ്റെ കണക്ക് നമ്മൾ ഓരോരുത്തരും അഡ്ജസ്റ്റ് ചെയ്യുക എങ്ങനെ വേണം. നമ്മൾ ചോല എത്ര വെള്ളത്തിലാണ് വേവിച്ചതെന്ന് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. ഇപ്പം നമുക്കത് നോക്കിയിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഒരു ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെയും ഭട്ടൂരയുടെ കൂടെയൊക്കെ മുക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഭട്ടൂരയുടെ കൂടെയാണ്. ഇത് വൈറ്റ് റൈസിൻ്റെ കൂടെയും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേണ്ട എൻ്റെ ചാനൽ. എന്നിട്ട് ആ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്ത് എൻ്റെ പുതിയ പുതിയ വീഡിയോസ് കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സോൾട്ട് ആൻഡ് പെപ്പർ. See you with my next video. Bye bye. Till then, bye.